ഹായ് ഹലോ കൂട്ടുകാരെ, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെക്കുറിച്ചുള്ള കുറ്റങ്ങൾ പൊടുപ്പും തൊങ്ങലും വെച്ച് വർണ്ണിക്കുന്ന സാഗറിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ഇംഗിതത്തിന് വഴങ്ങി താൻ നിൽക്കാത്തതുകൊണ്ട് തൻ്റെ കരണക്കുറ്റിക്ക് മഹാലക്ഷ്മി അടിച്ചു എന്ന് പറഞ്ഞ് അടികൊണ്ട പാടും സാഗർ കണ്ണന് കാണിച്ചു കൊടുക്കുന്നു. അതേസമയം എല്ലാ സത്യങ്ങളും കണ്ണന് ഒളിക്യാമറ വഴി മനസ്സിലായി. എന്നിട്ടും ഒന്നും അറിയാത്തവനെ കണക്ക് നിന്നു കൊടുക്കുകയാണ് കണ്ണൻ സാഗറിൻ്റെ മുൻപിൽ. കൂടാതെ സാഗറിനെ അനന്തുവിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാ സത്യങ്ങളും കാണിക്കണമെന്നും കണ്ണൻ തീരുമാനിക്കുന്നു. ഇവിടെ നിന്നും സാഗറും കണ്ണനും അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുന്നു. ഈ സമയത്ത് ഈ വർത്തമാനങ്ങളെല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ട മഞ്ജു ഉടൻ തന്നെ കരുണയെയും ദുർഗയെയും ഈ കാര്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. കരുണ ഉടൻ തന്നെ വീട്ടിൽ വിളിച്ച് പ്രതാപനെയും മുത്തശ്ശിയെയും ഈ കാര്യങ്ങൾ പറയുന്നു. മഹാലക്ഷ്മിയെ കണ്ണൻ തന്നെ സ്വന്തം ജീവിതത്തിൽ നിന്നും ഇറക്കിവിടാൻ പോവുകയാണെന്ന് പ്രതാപനും മുത്തശ്ശിയും അറിയുന്നു. പ്രതാപൻ പിന്നീട് വാമദേവനെ കാണുകയും വാമദേവനോട് പറയുന്നു, മഹാലക്ഷ്മി അവിടുന്ന് ഇറങ്ങുന്നതോടുകൂടി കണ്ണൻ്റെ കയ്യിൽ നിന്നും തറവാടും കുടുംബവുമെല്ലാം കൈക്കലാക്കണം. ഇനിയെല്ലാം ഉണ്ണിയും കരുണയുടെയും കയ്യിലേക്ക് എത്തിക്കണം. അതാണല്ലോ പ്ലാൻ. ഈ പ്ലാൻ ദൈവം കേട്ടു. ദൈവം തന്നെ നമ്മൾക്ക് മുന്നിലൊരു വഴി തുറന്ന് വെച്ചിരിക്കുകയാണെന്ന് വാമദേവനോട് പ്രതാപൻ പറയുകയും അവരെല്ലാം സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് വിവരങ്ങളെല്ലാം അറിഞ്ഞ് മോഹിനിക്ക് വളരെയധികം വിഷമമാവുന്നുണ്ട്. മോഹിനി മഹാലക്ഷ്മിയെ വിളിക്കുമ്പോൾ പൊട്ടിക്കരയുന്ന മഹാലക്ഷ്മിയെയാണ് കാണിക്കുന്നത്. പിന്നീട് കണ്ണൻ തന്നെ മഹാലക്ഷ്മിയെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരാൻ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇതേസമയം ഇക്കാര്യങ്ങളെല്ലാം മഞ്ജു മേഘനോടും വിളിച്ച് പറയുന്നുണ്ട്. മേഘൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. താൻ വരച്ച പ്ലാനിൽ കൂടെ കാര്യങ്ങളെല്ലാം നടന്നുവെന്നും ഇനി മഹാലക്ഷ്മിയുടെ ശല്യം അവിടെ ഉണ്ടാകില്ല എന്നും തനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ വന്ന് മുറപ്പെണ്ണായ മഞ്ജുവിനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമെന്നുള്ള കാര്യവും മേഘൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വാർത്തകളെല്ലാം കേട്ട് മേഘനും വളരെയധികം സന്തോഷമാവുകയാണ്. സാഗറിനെയും കൂട്ടി അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കണ്ണൻ. ഈ സമയത്ത് ലേഖയും അവിടെ ഉണ്ട്. സാഗറിൻ്റെ മുന്നിൽ സാഗറിന് സംശയമൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ലേഖയും അഭിനയിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. മഹാലക്ഷ്മിയെ പോലുള്ളൊരു പെണ്ണ് സ്വന്തം കമ്പനിയിലെ തന്നെ തൻ്റെ ഒരു സ്റ്റാഫിനോട് ഇങ്ങനെ ചെയ്തത് തനിക്ക് വളരെ നാണക്കേടായി പോയി എന്ന് കണ്ണൻ പറയുമ്പോൾ അവളെ ഇറക്കി വിടുകയാണ് വേണ്ടത് എന്ന് ലേഖയും പറയുന്നു. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വളരെയധികം കരഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ ദുഃഖത്തോടു കൂടിയാണ് മഹാലക്ഷ്മി കടന്നു വരുന്നത്. പിന്നീട് കണ്ണൻ ലേഖയോട് പറയുന്നു, ഞാൻ അന്ന് പറഞ്ഞ ബെറ്റിനെക്കുറിച്ച് നീ ഓർക്കുന്നുണ്ടല്ലോ. മഹാലക്ഷ്മി എന്ന എൻ്റെ ഭാര്യ ഒരു കളങ്കവും ഇല്ലാത്തവളാണെന്ന് തെളിയിക്കുന്ന ഒരു ബെറ്റാണ് അന്ന് നമ്മൾ ഏർപ്പെട്ടത്. ആ ബെറ്റിൽ നീ തോറ്റതായി ഞാൻ പറയുകയാണ്. ഇത് കേട്ട് മഹാലക്ഷ്മിയും സാഗറും ഞെട്ടുന്നുണ്ട്. അതിനുശേഷം അനന്തു ക്യാമറയിലെ വീഡിയോ അല്ലെങ്കിൽ ആ ക്യാമറയിലെ ദൃശ്യം പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ക്യാബിനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് സാഗർ. മഹാലക്ഷ്മിയും ഇതെല്ലാം കേട്ടും കണ്ടും ഞെട്ടുന്നുമുണ്ട്. അതിനുശേഷം കണ്ണൻ സാഗറിനോട് പറയുന്നു, നീ അന്ന് എന്താ പറഞ്ഞത്? വീൽ ചെയറിൽ ഇരിക്കുന്ന ഞാൻ നിൻ്റെ മുമ്പിൽ വന്ന് കുനിഞ്ഞ് നിന്നാൽ മാത്രമേ നിൻ്റെ മുഖത്ത് അടിക്കാൻ പറ്റുമെന്നല്ലേ? ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അനന്തുവിനോട് സാഗറിനെ അടിക്കാൻ പറയുന്നു. അനന്തു ചാടി ഇറങ്ങി സാഗറിൻ്റെ കാരണക്കുറ്റിക്ക് നോക്കി 2 കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സാഗറിനുള്ള ശിക്ഷ വിധിക്കാൻ കണ്ണൻ തീരുമാനിക്കുന്നിടത്ത് വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.